SDPIക്കെതിരായ കൂടുതൽ നീക്കങ്ങൾ ശക്തമാക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. രാജ്യവിരുദ്ധ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കുള്ള പോപ്പുലർ ഫ്രണ്ടിന്റെ ഫണ്ടിംഗ് SDPIക്ക് ലഭിച്ചതായിട്ടാണ് EDയുടെ നിരീക്ഷണം. SDPIയെ നിയന്ത്രിക്കുന്നതും ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് പണം നൽകുന്നതും പോപ്പുലർ ഫ്രണ്ടാണ്. കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ SDPI ദേശീയ പ്രസിഡന്റ് MK ഫൈസി ഭീകരപ്രവർത്തനത്തിനായി PFI പിരിച്ച പണത്തിന്റെ വിഹിതം കൈപ്പറ്റിയെന്നും ED ആരോപിക്കുന്നു. ഡാനി ഇപ്പോൾ ചേരുന്നു. ഡാനി, PFIയുടെ രാഷ്ട്രീയ രൂപമാണ് SDPI. ഇതാണ് നേരത്തെ തന്നെ ഉള്ള സാഹചര്യം. PFI നിരോധനം വന്നു, അന്ന് EDയുടെ നീക്കങ്ങൾ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ PFI പിരിച്ച പണം SDPIയിലേക്ക് കൂടി വന്നു എന്ന EDയുടെ കണ്ടെത്തൽ ഉണ്ടാകുമ്പോൾ കൂടുതൽ കടുത്ത നീക്കങ്ങൾ പ്രതീക്ഷിക്കണം. എന്താണ് ഇത് സംബന്ധിച്ച് ED വ്യക്തമാക്കുന്ന കാര്യങ്ങൾ? സജിത്ത്, ഇതിൽ ഏറ്റവും സുപ്രധാനമായ കാര്യം EDയുടെ കണ്ടെത്തൽ എന്ന് പറയുന്നത് ഈ രണ്ട് സംഘടനകൾക്കും ഒരേ നേതൃത്വവും അണികളുമാണ് എന്നത് തന്നെയാണ്. അത് എല്ലാവർക്കും തന്നെ നേരത്തെയും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല രീതിയിലും പരാമർശങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ്. ഇപ്പോൾ അത് കൂടുതൽ ആധികാരികമായിട്ട് തന്നെയും ഇവർ ED അത് അടിവരയിടുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. നയരൂപീകരണം, തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുക. നമുക്കറിയാം, ഇതിൽ SDPIയുടെ അടക്കമുള്ള ഈ പൊതുവേദികളിലെ മുഖങ്ങൾ ഇതെല്ലാം തന്നെ നിശ്ചയിക്കുക, പൊതുപരിപാടികൾ, ഒപ്പം ഈ കേഡർ മൊബിലൈസേഷൻ കാര്യങ്ങളെല്ലാം ഉണ്ട്. എന്നിവയ്ക്കെല്ലാം SDPIയെ PFI ആശ്രയിച്ചിരുന്നു എന്നത് തന്നെയാണ് ഇതിൽ വ്യക്തമാവുകയും ചെയ്യുന്നത്, അന്വേഷണത്തിൽ വ്യക്തമാവുന്നത്. കോഴിക്കോട് പോപ്പുലർ ഫ്രണ്ടിന്റെ ആസ്ഥാനത്ത് നിന്നും ഇതിന് ആനുപാതികമായ തെളിവുകൾ കണ്ടെത്തിയതായും ED പറയുകയും ചെയ്യുന്നുണ്ട്. EDയുടെ ഈ ചോദ്യം ചെയ്യലും അടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തമാകുന്ന വസ്തുതകൾ ഇതാണ്. SDPIക്ക് വേണ്ടി വിദേശ രാജ്യങ്ങളിൽ നിന്നടക്കം പോപ്പുലർ ഫ്രണ്ടാണ് ആ പണം ശേഖരിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് ചെലവുകൾക്കായി 3,75,00,000 രൂപ നൽകിയതിന്റെ രേഖകളും ഇതിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. ഇതിൽ ഇപ്പോൾ ചോദ്യം ചെയ്യലെല്ലാം തന്നെ ഡൽഹിയിൽ പുരോഗമിക്കുകയാണ്. ഇതിൽ രാജ്യത്ത് ഭീകരവാദ പ്രവർത്തനത്തിനായി PFI വിരിച്ച പണത്തിന്റെ ഒരു വിഹിതം MK ഫൈസി ഇപ്പോൾ EDയുടെ കസ്റ്റഡിയിലുള്ള ആളെ അറസ്റ്റ് ചെയ്താൽ ഇതിൽ കൈപ്പറ്റി എന്നത് കൂടിയാണ് ഇതിൽ വ്യക്തമാവുന്നത്. ഇതിൽ 12 തവണയോളം നോട്ടീസ് നൽകിയിരുന്നു. MK ഫൈസിക്ക് ഹാജരാകണമെന്ന് കാണിച്ച് നോട്ടീസ് നൽകിയിരുന്നു. പക്ഷേ ഇയാൾ ഹാജരായിരുന്നില്ല. തുടർന്നാണ് MK ഫൈസിയെ കഴിഞ്ഞ ദിവസം ED അറസ്റ്റ് ചെയ്യുകയും എല്ലാം തന്നെ ചെയ്തത്. രാജ്യത്ത് രാജ്യവിരുദ്ധ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കുള്ള പോപ്പുലർ ഫ്രണ്ടിന്റെ ഫണ്ടിങ് അത് ഈ SDPIക്കും ലഭിച്ചതായിട്ടാണ് EDയുടെ ഒരു കണ്ടെത്തലുള്ളത്. SDPIയെ നിയന്ത്രിക്കുന്നതും പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നതും പോപ്പുലർ ഫ്രണ്ട് തന്നെയാണ് എന്നതും ഈ ദൈനംദിന ചെലവുകൾക്കുള്ള പ്രവർത്തനങ്ങൾക്കുള്ള പണവും PFI നൽകിയതുമായിട്ടാണ് ഇതുവരെയുള്ള അന്വേഷണത്തിൽ EDക്ക് ബോധ്യപ്പെടുകയും ചെയ്യുന്നത്. വളരെ ഗുരുതര സ്വഭാവമുള്ള കണ്ടെത്തലുകൾ തന്നെയാണ്, ആധികാരികമായ രീതിയിലുള്ള കണ്ടെത്തലുകൾ തന്നെയാണ് ഇതെല്ലാം. അത് വസ്തുതകളെ അടിസ്ഥാനമാക്കി, പ്രത്യേകിച്ച് ഈ പണമിടപാട് അടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തതയും അതുപോലെ അതിന്റെ തെളിവുകളും എല്ലാം തന്നെ ഉദ്ധരിച്ചുകൊണ്ടാണ് ED ഒരു അന്വേഷണത്തിലേക്കെല്ലാം തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. അതുകൊണ്ട് കൂടുതൽ കടുത്ത നടപടികളിലേക്ക് ദേശീയ അന്വേഷണ ഏജൻസികൾ ED അടക്കമുള്ള കാര്യങ്ങൾ, EDയുടെ കണ്ടെത്തലുകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് പൊതുവിലും പ്രതീക്ഷിക്കുന്നത്. കൂടുതൽ പരിശോധനകൾക്കടക്കം ഇതിന്റെ ഒരു അടിസ്ഥാനത്തിൽ സാധ്യതയുമുണ്ട്. സജിത, യെസ്, അതാണ് സാഹചര്യം. എന്തായാലും PFIക്ക് വന്ന ഫണ്ട് SDPIയിലേക്കും കൂടി വന്നു എന്നതാണ് EDയുടെ കണ്ടെത്തൽ. അങ്ങനെയെങ്കിൽ ഇത് സംബന്ധിച്ച് കൂടുതൽ നീക്കങ്ങൾ ഉണ്ടാകും എന്നതാണ് സാഹചര്യം.